ഞാനിപ്പോൾ ബെർലിനിലാട്ടോ നിൽക്കുന്നത്. ഞാൻ ഇന്നലെ ബെർലിൻ വന്നതാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അപ്പം ഇന്നലെ ഞാൻ വ്ളോഗൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ തനിയെ എണീറ്റ് ഒന്ന് ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ വരെ പോകാമെന്ന് ഓർത്തു. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്ന് ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം ഈ വ്ളോഗിൽ കാണാം. അപ്പോൾ എടേക്കയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ദുബായ് ചോക്ലേറ്റ് അവൈലബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വന്നിട്ട് അവിടെ വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഫഹീം കോഫിയൊക്കെ കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. കാണിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രത്യേകം കാണിക്കുന്നുണ്ട്. നല്ല കോഫി കേട്ടോ. അവിടെ ശ്രദ്ധ മാർഷലൊക്കെ എണീറ്റുണ്ട്. മാർഷൽ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. അയ്യോ പാട്ട് കാണിക്കുന്നില്ലല്ലോ. മാർഷൽ ഡാൻസ് കളിക്കേ? ഞാനിവിടെ നയൻതാരയുടെ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നയൻതാരയുടെ പരിപാടിയല്ല, നയൻതാര ഡോക്യുമെൻ്ററി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോഴത്തേക്കും വോൾട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വോൾട്ടിൽ ഗ്രോസറീസ് ഓർഡർ ചെയ്യാമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. മാർഷല് 5 ഉണ്ട്. എന്തൊക്കെയത്? പഫ്സ് ഉണ്ടാക്കാനോ? ആഹാ, പഫ്സ് ഉണ്ടാക്കാനായി സാധനങ്ങളുമായി അഞ്ചു ഇപ്പൊ ഹനോവറിൽ നിന്ന് വന്നുള്ളൂ. ഫഹീം ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആപ്പിന്റെ പേര് റീൽസിലായിരുന്നെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ലിങ്ക് കൊടുത്തിട്ട് അയാൾ 30 രൂപ വെച്ച് കിട്ടും ഒരാള് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ലോഗിൻ ചെയ്ത് അല്ല ആരെങ്കിലും മേടിച്ചു കഴിഞ്ഞാലോ. എന്താ ഇതിന്റെ പേര്? ഗ്രോവർ. ഗ്രോവർ ഗ്രോവർ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് മാർഷൽ ഓർഡർ ചെയ്ത ഒരു സംഭവമാണ്. നമുക്കിവിടെ റെന്റിന് എടുക്കാൻ പറ്റും സാധനങ്ങൾ. അപ്പോൾ എന്താണ് മാർഷൽ റെന്റിന് എടുത്തേക്കണേന്ന് നമുക്കിത് പൊട്ടിക്കുമ്പോൾ കാണാം. നിങ്ങൾ ഞെട്ടു നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് മാർഷൽ ഓർഡർ ചെയ്തേക്കണേന്ന് നോക്കൂ. എന്താ എയർപോർട്സ് പ്രോ മാക്സ്, പിന്നെ ഐപാഡ്. അത് തുറന്നില്ലേ? അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക്. എന്തായിരുന്നു ഗ്രോവർ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 1 ഇയറിലേക്ക് റെന്റിന് എടുക്കാം. ഇപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ബാക്കി പൈസ കൊടുത്തിട്ട് നമുക്കത് വാങ്ങുകയും ചെയ്യാം. ഇപ്പം നമ്മൾ ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നല്ല ക്യാമറയൊക്കെ റെന്റിന് എടുത്തൊക്കെ പോവാം. അങ്ങനെ പരിപാടി കൊള്ളാം. അങ്ങനെ മാർഷൽ ഇതിന്റെ പണിപ്പുരയിലാണ്. തന്നെ മാർഷലിന്റെ ലൈഫാണ് ലൈഫ്. മന്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും കഴിച്ചോണ്ടിരിക്കുകയാണ്. മാർഷലോടെ മേക്കപ്പ് ഒക്കെയാണ് പുറത്തു പോകാനായിട്ട്. ആ ശ്രദ്ധക്കുട്ടിന് പനിയാണ്, ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. ആവി പിടിച്ചോണ്ടിരിക്കുകയാണ്. അതല്ലേ ഇതുണ്ടോ ഇവര് പോയ മാഗ്നറ്റ്സ് ഒക്കെ ഓരോ കൺട്രീസിലെ. കൊള്ളാലോ. ഓം ശാന്തി ഓശാനം കണ്ടോണ്ടിരിക്കുകയാണ് സ്ത്രീകളെ. മാർഷന്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾ കണ്ടോ? ഞങ്ങൾ പുറത്തു പോവാണ് ഗൈസ്. ശ്രദ്ധയും ഫഹീമൊന്നും വന്നില്ല. കാരണം ശ്രദ്ധയ്ക്ക് വയ്യ, അവൾക്ക് ജലദോഷം പനിയൊക്കെ പോലെ. പിന്നെ ഫഹീം ജോലിക്ക് പോകണം, അതുകൊണ്ട് അവർ വന്നില്ല. അപ്പം ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടാണ് ശരിക്കും പുറത്തു പോകുന്നത്. എന്തിൻ്റെ വീഡിയോ ആയിരുന്നു മാർഷ്? ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട്
അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ പോവാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് റീലൊക്കെ ആക്കാം, ഷോർട്സ് ഒക്കെ ഇടാം. കാണാൻ പോലും വരുന്നില്ലേ. അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്നത്. ശ്രദ്ധ അവിടെ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരുമായിരിക്കും. ഇവിടെ ബെർലിനിൽ ഭയങ്കര തണുപ്പാട്ടോ, ഞങ്ങളുടെ ഹനോവർ പോലെയൊന്നുമല്ല. ഇവിടെ സമ്മറിൽ തണുപ്പായിട്ടാണ് തോന്നാറ്. സമ്മറിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കാറ്റ്. എനിക്ക് ബെർലിനിലെ വെതർ ഒട്ടും ഇഷ്ടമല്ല. ഓ, നമ്മൾ വന്നത് ഒരു എന്തായിരുന്നു, പാസേജ് ആയിരുന്നല്ലേ. ഇതാണ് ശരിക്കും സബ്വേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നത്. അതെന്താണ് അതിന്റെ അർത്ഥം? ഞാനതൊരു റീലില് കണ്ടായിരുന്നു, റീലിലുണ്ട്. ഇത് ഭയങ്കര എന്തൊക്കെയോ അർത്ഥങ്ങളുള്ള സാധനമാണ് മാർഷൽ പറയുന്നത്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, മാർഷൽ പറഞ്ഞു തരുന്നതായിരിക്കും. ബെർലിനിലാണ് നമ്മളിങ്ങനെ മഞ്ഞ ട്രെയിൻ കാണുന്നത്. ബെർലിനിലാണ്. ഞങ്ങളിവിടെ ഔട്ട്ലെറ്റ് ഒക്കെ ഉള്ള സ്ഥലത്തെത്തി. ഓ, കൊള്ളാലോ. ഇവിടെ എല്ലാം ഉണ്ട്. ശരവണഭവനൊക്കെ ഉള്ളത് ഇവിടെയാണോ? ശരവണഭവൻ ഇവിടെ അല്ല, ശരവണഭവൻ പോർട്ട്സ് ഫ്ലാറ്റ്സിലാ. എവിടെ? ആ, അതന്നെ ആയിരിക്കും ചിലപ്പോൾ. നമ്മളിവിടെ നിന്ന് ക്രോസ് ചെയ്യണം എമ്മാൻ്റെ അമ്മിൽ പോകാനായിട്ട്. ഓ, അത് നോർത്ത് ഫേസ്. ഓ ഓ ഓ ഓ ഓ നമ്മൾ ക്രോസ് ചെയ്യാണ്. ബെർലിൻ വലിയൊരു സിറ്റിയാണ്. അയ്യോ, സ്റ്റോപ്പ്! റെഡാ. നോക്കൂ ഗൈസ്, നോക്കൂ. ഇതിന്റെ ബീഡ്സ് പോലില്ലേ, ബീഡ്സ്. പക്ഷെ ഇതെല്ലാം ചോക്ലേറ്റ് ആണ് കേട്ടോ. നമുക്ക് ഇതിൽ ഇവിടെ എടുക്കാൻ പറ്റും. അവിടെ ഒരു കപ്പുണ്ട്. ആ കപ്പിൽ നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാം, എന്നിട്ട് പേ ചെയ്താൽ മതി. ബീഡ്സ് പോലെ ഇല്ലേ, എല്ലാ കളേഴ്സും എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഇതെന്താ പറയുന്നത്, പ്യുവർ വൈറ്റ്, അത് ഓഫ് വൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് ക്രീം, പിങ്ക് പിങ്ക് പിങ്ക്, ഡാർക്ക് പിങ്ക്, റെഡ് റെഡ് റെഡ്, ഓറഞ്ച് യെല്ലോ യെല്ലോ, ഇലക്ട്രിക് ഗ്രീൻ ഗ്രീൻ ടീൽ. ഓ, ഈ കളർ നല്ല ഒരു മെറ്റാലിക് കളർ പോലെ ഉണ്ട്. ടീൽ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ. ഓ, എന്ത് രസമാണ് കാണാൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ മാർഷലിനാണ് കഴിക്കാൻ പോകുന്നത്. കഴിച്ചോ
ലൈറ്റില്ല. എനിക്ക് പിങ്ക് വേണം. ബസ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ബസ്സിലൊക്കെ കയറി സംഭവം പ്രിന്റ് എടുത്തു. ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. ഇത് ഒരു 3 ഫ്ലോർ ഉണ്ടല്ലേ, 3 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. വേണമെങ്കിൽ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ പോകണോ? ആ, ക്രിസ്മസ് മാർക്കറ്റിൽ പോയിട്ട് വരാം. അപ്പം ഞങ്ങൾ ഓർത്ത് ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിൽ വരാം. സുവോളജിക്കൽ ഗാർഡനിലെ കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പെരുന്നാളിനൊക്കെ കടകളൊക്കെ വരാറില്ലേ, അതുപോലെയാണെന്ന് തോന്നുന്നു ഇവിടെ ക്രിസ്മസിന് ഇങ്ങനെ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകൾ ഇങ്ങനെ വരും. ഇത് ജർമ്മനിയിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലേ ഈ ട്രഡീഷൻ? ആണോ? ഞാൻ പക്ഷെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ആ, ഓസ്ട്രേലിയ, ജർമ്മനി ഒരേ ഇതല്ലേ. ആ, പിന്നെ ഈ സ്വിറ്റ്സർലൻഡിലുണ്ടോ? ആ, ശരിയാ. പിന്നെ ഫ്രാൻസിന്റെ ബോർഡറിലുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ, സ്ട്രാസ്ബുർഗ്. ഞങ്ങക്ക് ബിരിയാണി വെച്ചിരില്ല. അമ്മയൊക്കെ എന്ത് പറഞ്ഞു? മാർഷല് ഞങ്ങക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കഥ വീട്ടില് നാട്ടിലൊക്കെ ഫേമസ് ആയി എന്നാണ് പറയുന്നത്. ക്രിസ്മസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തേക്കോ? ആണോ? ആ, ഓപ്പൺ ആവുന്നുള്ളൂ അടുത്ത ആഴ്ച. ശരിക്കും ഈ വീക്കെൻഡ് അല്ല, ചിലപ്പോൾ അടുത്ത വീക്കെൻഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത വീക്കെൻഡിൽ ഓപ്പൺ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അടുത്ത വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങളിവിടെ നൈക്കിയുടെ ഔട്ട്ലെറ്റിൽ കയറിയിട്ടാണ്. ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എനിക്കിഷ്ടമായി. ഇതൊക്കെ കൊള്ളാട്ടോ. എനിക്ക് ഈ ഒരു കളർ ഇഷ്ടമായി. പക്ഷെ എനിക്ക് നൈക്കിയുടെ ജാക്കറ്റ്സ് ഒന്നും അത്ര ഇഷ്ടമല്ല. ഇവിടെ നിന്നും ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ ഇവിടെ ബെർലിനിൽ. അപ്പോൾ ആ ബെർലിനിലെ ഔട്ട്ലെറ്റും ഇത് തമ്മിൽ വിലയൊക്കെ നല്ല വ്യത്യാസം ഉണ്ടെന്നാണ് മാർഷൽ പറയുന്നത്. ഔട്ട്ലെറ്റിലാണ് ഭയങ്കര വിലക്കുറവെന്ന്. മേളിലുണ്ടാവും. ഓക്കെ. ഓ, ബാഗ്. ഇത് തീരെ ചെറിയ ബാഗ്. ഞങ്ങളപ്പോൾ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ബാഗ് മേടിക്കാൻ എത്രയാണ്? 189 അല്ലേ ബാഗിന്? പക്ഷെ നമ്മൾ ചെറിയ ബാഗ് വാങ്ങാനാവുന്നത് 14 യൂറോ. ഏതാ? മാർഷലൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത്. ഇതിന്റെ റൂഫ് നോക്കി ഒന്നും ചെയ്തിട്ടില്ല. കണ്ടോ? ഏതാ? ഇതാണോ? ഓക്കെ, അത് കൊള്ളാലോ. അത് കൊള്ളാട്ടോ. പിന്നെ ഞങ്ങൾ ഡഗ്ലസിൽ വന്നേക്കാണ്. മാർഷലിന് എന്തൊക്കെയോ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ മേടിക്കണമെന്ന് പറഞ്ഞു. യൂസഫ് ഭായ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പെർഫ്യൂം എടുത്ത് ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ ഇത് പതിയാണ് ആ ബബിൾസ് തീരണേന്നുണ്ടെങ്കിൽ അതിൻ്റെ മണം സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പോകുന്നു. ഇത് ഈ ഷാമ്പു ഉണ്ട്. ഈ ഷാമ്പു തേച്ചിട്ടാണ് എൻ്റെ ആകെ എൻ്റെ മുട്ടിക്കൊഴിച്ചിൽ ഹെയർ ഫോൾ കുറഞ്ഞിട്ടുള്ള ഒരു ഷാമ്പു. ഇനി ഞാനിത് മാത്രമേ വാങ്ങുള്ളൂ. അയ്യോ, ഇതെന്തായിരുന്നു? ഓയിലല്ലേ? അല്ല, ഇതിലെല്ലാം വരും. ഷാംപൂ ഉണ്ട്, കണ്ടീഷണർ വരും. ലൈക്ക് ഇത് മൾട്ടി യൂസേജ് ആണ്. മറ്റേ സാധനം മാത്രമേ ഉള്ളൂ, ഷാംപൂ ഇല്ല. ഓയിൽ മാത്രമേ ഉള്ളൂ, സെറം മാത്രമേ ഉള്ളൂ. ആ മേളിലൊരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ മതിയായിരിക്കും. അതൊന്ന് പ്രസ്. ആ കൊള്ളാം, ലുക്ക് മാത്രമേ ഉള്ളൂ. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല.
About to close? Yeah. ഓക്കെ. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്ന് പപ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെഡി. ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. ഇപ്പം രാത്രി 11 മണിയായി. പപ്സ് കഴിക്കാൻ പോകും. എയ്ബല് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ബെർലിനിലെ 3rd ഡേ ആയിട്ടോ. പക്ഷെ രാവിലെ തൊട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. ഞങ്ങളിത് പള്ളിയിലേക്ക് പോകുമ്പോഴാണ്. ഒരു മലയാളം കുർബാന ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഹനോവർ പോകും. ആരാ ഇത്? പിന്നെ അവൻ ചുമ്മാ അവിടെ പറയുന്നതിന് പള്ളി പോവാൻ മടിയായിട്ട്. വീട്ടിൽ കാണട്ടെ. ഇവിടെ എല്ലാവരും മേക്കപ്പിലാണ്. ശ്രദ്ധ മുടി കിട്ടുന്നു. കുട്ടികളെ കാണുന്നില്ലോ. അപ്പോൾ ഏബലിനോട് ചാച്ചയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ചേട്ടാ ചീസ്. അങ്ങനെ ഒരു 5 നില കയറിയാലാണ് ഇറങ്ങിയാലാണ് താഴെത്തുള്ളൂ. ചാർജർ എടുത്തുന്നാണ് തോന്നുന്നത്. അതൊക്കെ എടുത്തെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബെർലിനോട് വിട പറയുകയാണ്. ഞങ്ങൾ ട്രെയിനിൽ ഇപ്പോൾ തന്നെ വരും. ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഹനോവർ എത്തും. ബൈ. മറിച്ചൊരു ബൈ പറയൂ.